ഹായ്, ഞാൻ കൃഷ്ണകുമാറാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഫോണെടുത്ത് നോക്കുമ്പോൾ സ്ഥിരമായി നമുക്ക് വരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്ന ഒരു സുഹൃത്ത് നമുക്കുണ്ടാവും. പലപ്പോഴും നമ്മളൊക്കെയും ആ ഒരു മെസ്സേജിനോട് കാണിക്കുന്നത് വന്നാത്ത ബഹുമാന കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാനത് തന്നെയായിരുന്നു. പക്ഷെ അത് മാറിയത് ഒരു സുഹൃത്ത് എനിക്കൊരു കഥ പറഞ്ഞു തന്നപ്പോഴാണ്. ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് ചെയ്തത് തീർച്ചയായും അവർ വായിച്ച കഥ അതെങ്ങനെയാണ് ഭാഷാഭൂഷണയിൽ വന്ന കഥയെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്നില്ല പറഞ്ഞ ചേച്ചി പറഞ്ഞ ഒരു കഥയാണ്. ആ കഥ എങ്ങനെയാണ്, എല്ലാ ദിവസവും കുറച്ച് സുഹൃത്തുക്കളെ തേടി എത്തുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അവരെ ഒരൊക്കെ എഴുന്നേഷത്തിൽ കാണുന്നത് പൂക്കളുടെ ശുചിത്വങ്ങളുടെ ടൈപ്പ് ചെയ്ത മെസ്സേജുകൾ, ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ. ഇത് സ്ഥിരമായപ്പോൾ പലരും ഇതൊന്നും മറുപടി അയക്കാതെയായി. ഒരു ദിവസം ആ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ ഈ സുഹൃത്തുക്കളെ തേടി വരാതെ കുറച്ച് ദിവസം മെസ്സേജ് കാണാതെ ഇരുന്നിട്ടത് ഈ കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കുന്ന തങ്ങളുടെ കൂട്ടുകാരനെ സുഹൃത്തിനെ അന്വേഷിച്ച് പോവുകയാണ്. അവരെ അയാളുടെ വീട്ടിലെത്തിയ സമയത്ത് പരക്കെ അറിയുന്നത് അയാൾ മരിച്ചു പോയിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ആ കൂട്ടുകാരൻ്റെ അമ്മ ഇവരോടൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ മോന് കുറേ നാളുകളായിട്ട് ഇല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല. എന്തിനാണ് എൻ്റെ കുട്ടി ഇവിടെ മുറ്റ പോയതെന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ടെന്ന് ദൈവമേ. ഒന്നാമത്തെ മരവിപ്പോടെയാണ് ഓരോരുത്തരും അമ്മയുടെ വാക്കുകളെ കേട്ടുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഈ കൂട്ടുകാരന് ഇവരോടൊക്കെ ആയിട്ട് പറയാൻ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആണെങ്കിലും ഒരാൾ തിരിച്ച് എന്തുണ്ട്, നീ എവിടെയാണ്, നമുക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒഴിവാക്കി വരുന്ന കുറേ മനുഷ്യന്മാരാണ്, ഒഴിവാക്കി വരുന്ന കുറേ മെസ്സേജുകളാണ്. പലപ്പോഴും അവർക്ക് നമ്മളോടായിട്ട് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഞാൻ ഈ അടുത്തെൻ്റെ മൊബൈല് ഒന്ന് മാറിയ സമയത്ത് ഏകദേശം 6000-ന് മുകളിൽ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു എൻ്റെ പഴയ ഫോണിൽ. അപ്പം ഞാൻ ആ മൊബൈൽ ഷോപ്പിലെ ടെക്നീഷ്യനോട് പറഞ്ഞത് ഇതിനകത്തെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് വേണ്ട, എനിക്കത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതിലും കുഴപ്പമില്ല, ഇതൊന്നും ഒറ്റ നമ്പർ പോലും മിസ്സായി പോകരുത് വേണ്ട. കാരണം ഞാൻ ഇന്ന് ഓരോ നമ്പറുകളെയും തെറ്റായി വാല്യൂ ചെയ്യുന്നു. പലർക്കും മിക്ക ദിവസവും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു മെസ്സേജ് ഞാൻ അയക്കാറുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ മെക്കാനിക്കലാണ് എന്നറിയാം, ഇത് ഓർഗാനിക്കല്ലാത്ത ഒരു കാര്യമാണെന്ന് പറയാം. പക്ഷേ ചിലരെങ്കിലും അത് മെസ്സേജ് രക്ഷിക്കുന്നുണ്ട്, ചിലരെങ്കിലും അത് മെസ്സേജിന് ഒരാശ്വാസം കാണുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൻ്റെ കോണ്ടാക്റ്റിലേക്ക് ഒന്ന് പോകാം, എന്നിട്ട് ഒരു മെസ്സേജ് ഒരു ഫോൺ കോൾ ആ സുഹൃത്തിന് ഓരോരു ചോദിക്കാൻ സുഖമാണോ. പക്ഷേ അതിലൂടെ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെയാണ്. നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്, നമുക്ക് നോക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണ്, നമ്മുടെ സമയം മാത്രം. താങ്ക് യു.